ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് അറിയാമോ? നോക്കൂ, എവിടെ പെട്രോളിന്റെ വില എന്താണ് 60-ൽ നിന്ന് 70-ആയി കൂടി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഡി എന്ന് പറയുന്നത് ഡിമാൻഡ് ആണ്. ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ് 100 ലിറ്ററിൽ നിന്ന് 80 ലിറ്ററായി കുറഞ്ഞു. അങ്ങനെയെങ്കിൽ ഡിമാൻഡിന്റെ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കണം. കണ്ടോ, പെട്രോളിന്റെ വില എന്താണ് 60-ൽ നിന്ന് 70-ആയി വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്തു? ചോദനം 100-ൽ നിന്ന് 80-ആയി കുറഞ്ഞു. അങ്ങനെയെങ്കിൽ വില ഇലാസ്തികത കാണുക. അത് മാത്രമല്ല, കണ്ടിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ കമന്റ് ചെയ്യാൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇത് എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. നോക്കൂ, നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത്? നമ്മുടെ ഇക്വേഷൻ ആദ്യമേ പറയട്ടെ. ഇതാണ് ഇക്വേഷൻ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യനിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ പി നമുക്ക് തന്നിട്ടുണ്ട്. പി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നോക്കിയേ, പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസസ് ഫ്രം 60 to 70 എന്നാണ് ഉള്ളത് അല്ലേ. പെട്രോളിന്റെ വില 60-ൽ നിന്ന് 70-ആയി എന്താണ് കൂടി. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത്, പി എന്ന് പറയുന്നത് ആദ്യത്തെ വിലയാണ് എന്ന് പറയുമ്പോൾ ഏതാണ്? 60-ആണ്. 60-ൽ നിന്നാണ് പിന്നെ 70-ആയി കൂടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യത്തെ വില എത്രയായിരുന്നു? പെട്രോളിന് 60 ആയിരുന്നു. ഓക്കെ, ഇത് പെട്രോളിന്റെ പി അല്ല, പ്രൈസിന്റെ പി ആണ്. ഓക്കെ, പി ഈസ് ഈക്വൽ ടു 60 നമുക്ക് കിട്ടി. ഇനി ഈ ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ എന്താണ്? ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച്, മാറ്റമാണ് അല്ലേ. അപ്പോൾ ഡെൽറ്റ പി കാണാൻ വേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. 60-ൽ നിന്ന് 70-ആയിട്ടാണ് പെട്രോളിന്റെ വില കൂടിയത്. അപ്പോൾ എന്താ ചെയ്താൽ മതി? 70 - 60 ചെയ്താൽ മതി. അപ്പോൾ ആ മാറ്റം നമുക്ക് അവിടെ കിട്ടും, 10 ആയിട്ട് കിട്ടും. ക്ലിയർ ആയോ? മനസ്സിലായോ നിങ്ങൾക്ക്? അടുത്ത പ്രൈസ് എന്ന് പറയുന്നത് ആദ്യത്തെ ആ ഒരു വസ്തുവിന്റെ ആദ്യത്തെ വിലയാണ്. ഓക്കെ, ബേസ് വിലയാണ് നമ്മൾ പ്രൈസ് പി ആയിട്ട് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. 60 ആയിരുന്നല്ലോ ആദ്യത്തെ വില. അപ്പോൾ ആ 60 നമ്മൾ കൊടുത്തു. ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്താണ്? ആ ഉണ്ടായ മാറ്റമാണ്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 70 - 60. ഓക്കെ, 10 ആയിട്ട് നമുക്ക് കിട്ടി. ഇനി ഇതേപോലെ തന്നെയാണ് ക്യൂ. ക്യൂ എന്ന് പറയുന്നത് ഡിമാൻഡ് ആണ്. ക്യൂ എന്ന് പറയുന്നത് അഥവാ ചോദനം അല്ലേ. അപ്പോൾ ചോദനം ഇവിടെ 100-ൽ നിന്ന് 80-ആയി കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ചോദനം എത്രയായിരുന്നു? ഇവിടെ 100 ആയിരുന്നു. അത് നമ്മൾ ക്യൂ ആയിട്ട് കൊടുത്തു, 100 ആയിരുന്നു. ഓക്കെ, ഇനി ഡെൽറ്റ ക്യൂ എന്ന് പറയുമ്പോൾ എവിടെയും മാറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് 100 - 80 ചെയ്താൽ മതി, 20 കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, ആദ്യത്തെ വിലയാണ് പി ആയിട്ട് കൊടുക്കേണ്ടത്. ആദ്യത്തെ ഡിമാൻഡ് അഥവാ ചോദനമാണ് ക്യൂ ആയിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഡെൽറ്റ പിയും ഡെൽറ്റ ക്യൂവും സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ ഈ വാല്യൂസ് ഒക്കെ കൊടുക്കുക. ഡെൽറ്റ ക്യൂ നമുക്ക് കിട്ടി എത്രയാണ്? 20. ഡെൽറ്റ പി കിട്ടി എത്രയാണ്? 10 അല്ലെ. ഇൻറ്റു പി എത്രയാണ്? 60 ഭാഗം എത്രയാണ്? ക്യൂ 100 അല്ലെ. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയും നമുക്ക് എന്താ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 20 × 60 ചെയ്യാം, ഭാഗം 10 × 100 ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 20 × 60 ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 1200 കിട്ടും. 10 × 100 ചെയ്യുമ്പോൾ 1000 കിട്ടും അല്ലേ. ഇനി ഇത് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 1.2 ആൻസർ കിട്ടും. ഇത്രയും ചെയ്താലും നമുക്ക് കമന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ എഴുതാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുകൂടി ചെയ്താലേ നമുക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടും. അതായത് ഇവിടെ 1.2 ആണ് കിട്ടിയിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ നമ്മൾ ഇലാസ്തികതയുടെ 5 ടൈപ്പ് ഇലാസ്റ്റിസിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അത് പഠിച്ചാൽ ഇവിടെ നമുക്ക് എക്സ്പ്ലനേഷൻ എഴുതാൻ പറ്റും കേട്ടോ. അതായത് എന്താണ് നമ്മൾ അവിടെ പഠിക്കുന്നത്? എവിടെ നോക്കൂ, 1.2 ആണ്. ഒന്നിനേക്കാൾ കൂടുതലാണ് ഇലാസ്തികതയെങ്കിൽ നമ്മൾ പഠിക്കുന്നതാണ് അവിടെ ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്ന് നമ്മൾ പഠിക്കും അല്ലേ. ഓക്കെ, അത് പഠിച്ചാലേ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്താണ് ഒന്നിനേക്കാൾ കൂടുതലല്ലേ 1.2 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലാസ്റ്റികത ഒന്നിനേക്കാൾ കൂടുതലായതുകൊണ്ട് ഇവിടെ ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ പഠിക്കുക. 5 ടൈപ്പ് ഇലാസ്റ്റികതയും പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് TP/AP/MP കാൽക്കുലേഷൻ. ടോട്ടൽ പ്രോഡക്റ്റ് ആവറേജ് പ്രോഡക്റ്റ് മാർജിനൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതുവരെ ടേബിളായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ മൊത്തം ഉൽപ്പാദനം, സീമാന്ത ഉൽപ്പാദനം, അപചയ ഉൽപ്പാദനം, അങ്ങനെയൊക്കെയാണ് മലയാളം ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൽ എന്ന് പറഞ്ഞ് നമുക്കിവിടെ തന്നിട്ടുണ്ടാവും. ഈ TPL നമുക്ക് തന്നിട്ടുണ്ടാവും. ബാക്കി ഇത് രണ്ടുമായിരിക്കും നമുക്ക് ബ്ലാങ്ക് ആയിട്ട് തന്നിട്ടുണ്ടാവും. നമ്മളവിടെ ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യമേ ഇവിടെ ഇക്വേഷൻസ് ഉണ്ട്. എല്ലും TPLും കുഴപ്പമില്ലാതെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് തന്നെയാണ്. APL മീൻസ് ആവറേജ് പ്രോഡക്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് TPL ഡിവൈഡഡ് ബൈ L ആണ്. ഓക്കെ, അതായത് ഈ ടോട്ടൽ പ്രോഡക്റ്റിൽ നിന്ന് എല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് പ്രോഡക്റ്റ് കിട്ടുക. ഇത് ഇക്വേഷൻ ആണ്, ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ, ട്രിക്കൊന്നുമല്ല, ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി MPL മാർജിനൽ പ്രോഡക്റ്റ് കാണാൻ TPL - TPL - 1 എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. ഓക്കെ, ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ എല്ലുകളായിട്ട് നിങ്ങൾക്ക് തോന്നും. നോക്കിയേ, ഇവിടെ എല്ലും TPLും തന്നിട്ടുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ AP ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ ബ്ലാങ്ക് ആയിരിക്കും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, ടോട്ടൽ പ്രോഡക്റ്റിൽ നിന്ന് ഈ എല്ല് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ.
ഇത് പെർസെൻറ്റേജ് ഒന്നുമല്ല, 0/0 മനസ്സിലാൻ വേണ്ടി വെറുതെ എഴുതിയതാണ്. 0 തന്നെയാണ് ഇവിടെ വരുന്നത് അല്ലേ. അടുത്ത് നോക്കിയേ 1/1 1 ആണ് വരുന്നത് അല്ലേ. എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്, ഈ ടി പിയിൽ നിന്ന് L ഡിവൈഡ് ചെയ്താണ് ഇവിടെ എഴുതുന്നത്. 3/2 1.5 അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, AP നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മൾ ഈ ടേബിളിൻ്റെ ഫോർമാറ്റ് വരച്ച് ചെയ്തുമ്പോൾ ഇങ്ങനെയൊന്നും എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഇത് എഴുതിയത് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ഈ ആൻസേഴ്സ് മാത്രം എഴുതി പോയാൽ മതി കേട്ടോ. ഇനി നോക്കി MP എന്ന് പറയുന്നത്, മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ ചെയ്യുക, എന്താണെന്ന് വരിക, അതിത് TPL - TPL - 1 ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവില്ല, വേറെ ഒന്നും ചെയ്യേണ്ട. ഈ TP എന്ന് പറയുന്ന കോളം വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. MP കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി TP നോക്കുക. അപ്പോൾ ഈ ഒന്നാമത്തെ 0 എന്ന് പറയുന്നത് അവിടെയും 0 തന്നെയാണ് വരിക. ഓക്കെ, അതിൽ മാറ്റമൊന്നുമില്ല, 0 0 തന്നെ ആയിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ താഴത്തെ സംഖ്യ നിന്ന് മുകളിലത്തെ സംഖ്യ കുറയ്ക്കുക. 1 - 0 1, 3 - 1 2, 7 - 3 4, 10 - 7 എത്ര വരും, 1 വരും. ക്ലിയർ ആയോടാ? ഇത് നോക്കിയാൽ മതി കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ AP എങ്ങനെയാണ് കണ്ടുപിടിച്ചേ, TPയിൽ നിന്ന് L നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തു. ഓക്കെ, അതുപോലെ MP എങ്ങനെയാണ് കണ്ടുപിടിച്ചേ, TPയിലെ കോളത്തിൽ നമ്മൾ ആദ്യത്തെ നമ്പർ അതുപോലെ ഇപ്പുറത്തോട്ട് എഴുതി, 0 തന്നെയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, TPയിലെ കോളത്തിൽ തന്നെ 1 - 0 3 - 1 7 - 3 10 - 7 ആ രീതി ചെയ്തപ്പോൾ നമുക്ക് MP കിട്ടി. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോയി, ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ടേബിളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഈ പ്രോബ്ലംസിൽ എന്തൊക്കെ പഠിച്ചില്ലെങ്കിലും ഈ പറയാൻ പോകുന്ന ഈ സംഭവം പഠിക്കാണ്ട് പോവരുത് കേട്ടോ. കാരണം ഇത് ഉറപ്പായിട്ട് ചോദിക്കുന്നത് 8 മാർക്ക് നമുക്ക് SIക്ക് ചോദിക്കുന്ന സംഭവമാണ്. അല്ലെങ്കിൽ നമുക്കൊരു 6 മാർക്ക് ലെവലെങ്കിലും ചോദിക്കും, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കോസ്റ്റിൻ്റെ കണക്കാണ് അല്ലേ. കുറേ ABCDകളാണ്. എന്തൊക്കെയാണല്ലേ, TFC TVC AFC AVC SAC SMC ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. TFC TVC TC എല്ലാം നമ്മൾ വരച്ച് കാണിക്കണം, ഒരൊറ്റ ഗ്രാഫിൽ വരയ്ക്കണം. അതുപോലെ AFCയും ABCയും SAC SMC വേറൊരു ഗ്രാഫിൽ വരയ്ക്കണം. ഇതിങ്ങനെ എല്ലാ തവണയും ഇങ്ങനെ വരയ്ക്കാൻ ചോദിക്കണമെന്നില്ല, പക്ഷേ നമ്മളടുത്ത് ചിലപ്പോൾ ഇത് 3 മാത്രമൊക്കെ വരയ്ക്കാൻ ചോദിക്കാം. ഇത് അത്രയ്ക്ക് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ ഇത് ഉറപ്പായിട്ടും ചോദിക്കും വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതിനേക്കാളും പ്രധാനമാണ് ഈ കാൽക്കുലേഷൻ, ഇതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത്. നമുക്ക് എല്ലാം വഴിയേ വരാം. ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് തരും. എന്നിട്ട് ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടാവും. ക്വാണ്ടിറ്റി നമുക്ക് 0 1 2 3 ഇത്രയും തന്നിട്ടുണ്ട്. TC നമുക്ക് ഉറപ്പായിട്ട് തന്നിട്ടുണ്ടാവുക. TC ഇതിൽ TC നമുക്ക് തന്നിട്ടുണ്ടാവും. ഇത് വച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാറുണ്ട്. എടാ, നമ്മൾ ഇത്രയും കണ്ടുപിടിക്കണമെന്നുണ്ട് എങ്കിൽ, ഈ സംഭവങ്ങൾ, ഈ കാണുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ട് എങ്കിൽ നമ്മൾ എന്തറിയണം, ഇതിൻ്റെ എല്ലാം ഇക്വേഷൻസ് അറിയണം. നമുക്കത് ആദ്യം പഠിച്ചിട്ട് വരാം. ഇതാണ് ആ ഇക്വേഷൻ. നിങ്ങൾ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾക്ക് തറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച ആ പാറ്റേണിൽ തന്നെ പോവുക. ഓക്കെ, ഒരു മാറ്റം വരുത്തരുത്. ഇനി ഇക്വേഷൻസ് ഒന്നും അറിയാത്തവരാണെങ്കിൽ ഇത് അതുപോലെ എഴുതിയെടുക്കുക, പഠിക്കുക. ഓക്കെ, നോക്കിക്കോളൂ. TC എന്ന് പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് TFC + TVC ചെയ്താൽ മതി. ഇതിലൊന്നും വേറെ ഒരു മാറ്റമില്ല, ഇതൊക്കെ പഠിക്കാനുള്ളൂ കേട്ടോ. TC എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി, TFCയും TVCയും കൂട്ടിയാൽ മതി, നമുക്ക് TC കിട്ടും. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് 2 എണ്ണം കൂടി പഠിക്കാൻ പറ്റും. TFC കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, TCയിൽ നിന്ന് TVC കുറച്ചാൽ മതി. അതുപോലെ TVC കാണാൻ TCയിൽ നിന്ന് TFC കുറച്ചാൽ മതി. ഓക്കെ, അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇനി അടുത്ത SAC കാണാനാണെങ്കിലോ AFC + AVC ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. SAC കാണാൻ AFCയും AVCയും കൂട്ടുക. അങ്ങനെയെങ്കിൽ AFC കാണാൻ എന്ത് ചെയ്താൽ മതി, SAC - AVC AVC = SAC - AFC. ഓക്കെ, അത് രണ്ടും എളുപ്പമാണ്. ഇനി നോക്കൂ, TC കാണാൻ വേണ്ടിയിട്ട് ഇത് കൃത്യമായിട്ട് പഠിക്കണം. TC കാണാൻ വേണ്ടിയിട്ട് AC × ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്. ഈ ഇക്വേഷൻസ് എല്ലാം പഠിക്കണം കേട്ടോ. TC കാണാൻ വേണ്ടി എന്ത് ചെയ്യണം, AC × ക്വാണ്ടിറ്റി. TFC ആണെങ്കിലോ AFC × ക്വാണ്ടിറ്റി. TVC ആണെങ്കിലോ AVC × ക്വാണ്ടിറ്റി ചെയ്താൽ മതി. ഓക്കെ, AC കാണാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഇക്വേഷനാണ്. AC കാണാൻ വേണ്ടിയിട്ട് TCയിൽ നിന്ന് ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്യുക. AFC ആണെങ്കിൽ TFCയിൽ നിന്ന് ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്യുക. AVC കാണാനാണെങ്കിൽ എന്ത് ചെയ്യണം, TVC / ക്വാണ്ടിറ്റി ചെയ്യുക. ഓക്കെ, ഇതുണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി, പക്ഷേ ഇത് നമുക്ക് പഠിക്കാൻ ഉള്ള ഇക്വേഷൻസ് ആണ്. അതിൽ വേറെ എക്സ്പ്ലനേഷൻസ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് ഇത്രയും നമ്മൾ നന്നായിട്ട് ബൈ ഹാർട്ട് ആക്കണം, എങ്കിലേ നമുക്ക് ആ ടേബിൾ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് ഇത്ര എഴുതിയെടുക്കുക, പഠിക്കുക. ഓക്കെ, പിന്നെ ഇനിയുണ്ട് ഇക്വേഷൻസ്. SMC കൂടി നമുക്ക് പഠിക്കാനുണ്ട്. SMC കാണാൻ ΔTC/ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ TCX - TCX - 1 ഇതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. എന്തായാലും ഇത് നമുക്ക് പഠിച്ചു വെക്കണം, കാരണം ഇത് ചിലപ്പോൾ 1 വേർഡിനൊക്കെ ചോദിക്കാറുണ്ട് ഈ ഇക്വേഷൻ ഏതാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ SMC കാണാൻ ഈ 2 ഇക്വേഷൻസും പഠിക്കുക. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഇഫ് പ്രൊഡക്ഷൻ ഈസ് 0, TFC = TC.
ഇതെന്താണെന്നറിയോ, ഇത് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതെന്താണെന്നുള്ളത്. അത് ഉൽപ്പാദനം 0 ആണ്. ഉൽപ്പാദനം 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഉൽപ്പാദനം ഒന്നും നടക്കുന്നില്ല, ഒരു ഉൽപ്പാദനവും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ അവിടെ TFCയും TCയും തുല്യമായിരിക്കും. ഇത് വളരെ പ്രധാനമാണ്. ഇത് മനസ്സിലായാലേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റൂട്ടോ. ഓക്കെ, TFCയും TCയും എന്താണ്? തുല്യമാണ്. അതുപോലെ ഉൽപ്പാദനം 0 ആണ്. ഉൽപ്പാദനം ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ TVC 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി പഠിച്ച് വെക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ടേബിളിൻ്റെ ഫോർമാറ്റിലാണ് നമ്മളിതിൻ്റെ എ പാർട്ടിന് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിവിടെ എന്തൊക്കെ തന്നിരുന്നു, ഇതൊന്നും കണ്ടു പേടിക്കേണ്ട. ഈ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, TC നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മൾ ആദ്യം അതുപോലെ 0 1 2 3 4 5 TC നമുക്ക് ക്വസ്റ്റ്യൻ, ഇത് രണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്, ഇങ്ങോട്ടുള്ളത് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം ഓരോന്നായിട്ട് നോക്കാം. നോക്കൂ, TFC നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. TFC ഞാൻ എന്താ ഈ ഒരു ഇക്വേഷൻസിൻ്റെ പേജിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്താണ്? ഉൽപ്പാദനം 0, ഉൽപ്പാദനം ഇല്ലാത്ത അവസ്ഥയിൽ TFCയും TCയും തുല്യമാണ്. TC എത്രയാണോ അത് തന്നെയാണ് TFC എന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു ലോജിക്കാണ് നമ്മളിവിടെ ആദ്യം ആൻസർ ചെയ്യാൻ വേണ്ടത്. ഓക്കെ, അതായത് ഉൽപ്പാദനം നോക്കിയ ഇവിടെ ആദ്യത്തെ സിറ്റുവേഷനിൽ 0 ആണ് അല്ലേ. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്? 0 എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല, പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല. പക്ഷെ നമുക്ക് TC അതേസമയം 50 ഉണ്ട് അല്ലേ, 50 ഉണ്ട്. ഞാൻ എന്താ പറഞ്ഞത്? TCയും TFCയും എന്താണ്? ഈക്വൽ ആയിരിക്കും. പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ എന്തായിരിക്കും? TCയും TFCയും തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ എവിടുത്തെ 50 തന്നെയാണ് എന്ത് ചെയ്യുന്നത്? എവിടെയും വരുന്നത്. അത് നമ്മൾ സുഖമായിട്ട് എന്ത് ചെയ്യുക, ഇപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. 50 തന്നെയാണ് എവിടെയും വരുന്നത്. മനസ്സിലായിരുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് സുഖമാണ്, ബാക്കിയെല്ലാം താഴെ അതേ വാല്യൂ അങ്ങോട്ട് എന്താണ് വരിയായിട്ട് എഴുതി കൊടുത്താൽ മാത്രം മതി. ക്ലിയർ ആയോ? എന്താ ഞാൻ പറഞ്ഞേ? ക്വാണ്ടിറ്റിയും TC നമുക്ക് ഉണ്ടായിരുന്നു, TFC നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. എന്താണ്? ഉൽപ്പാദനം 0 ആയിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും? TCയും TFCയും തുല്യമായിരിക്കും അല്ലേ. ആ ലോജിക്ക് വെച്ചിട്ട് ഈ 50 തന്നെയാണ് ഇപ്പുറത്ത് വരിക, അതേ സംഭവം താഴോട്ടും അങ്ങോട്ട് ഫിനിഷ് ചെയ്യുക. ആഹാ, ഒരു കോളം നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇവിടെ 0 അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. പക്ഷേ 0 ആയിട്ടായിരിക്കും, 0 വച്ച് തുടങ്ങുന്ന ലെവലിലായിരിക്കും നമുക്ക് ചോദ്യം വരിക. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഓവർ തിങ്കിങ് ഒന്നും വേണ്ട കേട്ടോ. 0 വച്ച് വന്നു കഴിഞ്ഞാൽ ഇതേ ഒരു സംഭവം തന്നെ അങ്ങ് ചെയ്താൽ മതി. ഇനിയാണ് പ്രശ്നം, എന്താണ്? TVC നമ്മൾ കണ്ടുപിടിക്കണം. TVC കാണാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻസ് എടുക്കാം. ഇക്വേഷൻസ് ആലോചിച്ച് നോക്കുക, അവിടെ വെച്ച് എടുക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ആലോചിക്കാനേ പറ്റൂ. ഓക്കെ, അപ്പോൾ TVC കാണാൻ വേണ്ടി നമുക്ക് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇക്വേഷനാണ് TCയിൽ നിന്ന് TFC കുറയ്ക്കുക എന്നുള്ളത് അല്ലേ. നിങ്ങൾ ഇക്വേഷൻസ് എഴുതിയെടുത്തായിരുന്നോ? അതിൽ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, TVC കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? TCയിൽ നിന്ന് TFC കുറയ്ക്കണം. ഓക്കെ, അപ്പം 50 - 50 0 വരും അല്ലേ. ഇനി 60 - 50 10 വരും, 70 - 50 20 വരും, 80 - 50 30 വരും. അങ്ങനെ നമ്മൾ ചെയ്തു പോവുക. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഇങ്ങനെ ഒന്നും എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ വാല്യൂസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ ഷടയെന്ന് ചെയ്യുക, വാല്യൂസ് മാത്രം അങ്ങോട്ട് എഴുതിയാൽ മതി. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നമുക്ക് വേണ്ടതാണ് AFC എന്ന് പറയുന്നത്. AFC കാണാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? AFC കാണാൻ TFCയിൽ നിന്ന് ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? AFC കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ TFC ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ട് കോളമാണ് നമുക്ക് ഇനി നമ്മൾ നോക്കേണ്ടത്. 50 നിന്ന് 0 മീൻസ് 0 ആണല്ലോ അവിടെ. 50 ഡിവൈഡഡ് ബൈ 1 50, 50 ഡിവൈഡ് ബൈ 2 എത്ര വരുന്നുണ്ട് ഇവിടെ? 25, 50 ഡിവൈഡ് ബൈ 30 16 പോയിന്റ് സംതിങ്. ഓക്കെ, 50 ഭാഗം 4 12 പോയിന്റ് സംതിങ്. ഓക്കെ, 50 ഭാഗം 5 10. ക്ലിയർ ആയോ? ഇക്വേഷൻസിനാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി AVC എങ്ങനെ കാണാം? TVC ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. TVC ഉണ്ടല്ലോ നമുക്ക്, TVC നമ്മൾ കണ്ടുപിടിച്ചല്ലോ. TVC ഭാഗം എന്താണ്? ക്വാണ്ടിറ്റി. അപ്പോൾ അതും സിമ്പിളാണ്, 0 വരുന്നുണ്ട്. പിന്നെ എന്താ? 10 ഭാഗം 1 10 അല്ലേ. 20 ഭാഗം 2 10, 30 ഭാഗം 3 എത്താണ്? 10. അതുപോലെ ചെയ്ത് പോവുക. ക്ലിയർ ആവുന്നുണ്ടോ? SAC അഥവാ AC അല്ലേ, ആവറേജ് കോസ്റ്റ്. അതെങ്ങനെ കാണും? അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ എന്താണ് പറയുക, ഇവിടെ 2 മാർഗ്ഗങ്ങളുണ്ട്. SAC കാണാൻ വേണ്ടിയിട്ട് ആക്ച്വലി 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത്, നമുക്ക് ഈ TCയിൽ നിന്ന് ക്വാണ്ടിറ്റി നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AC അവിടെ കിട്ടും. ഓക്കെ, എന്ന് പറയുമ്പോൾ ഈ TCയിൽ നിന്ന് ഇപ്പം 60 ഭാഗം 1 ചെയ്താൽ കണ്ടോ, ഇവിടെ 60 കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ ഈ ഡിവിഷൻ ചെയ്യുന്നേക്കാളും എളുപ്പമല്ലേ നമുക്ക് അഡിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വേറൊരു ഇക്വേഷനാണ് SAC കാണാൻ. ഈ AFCയും AVCയും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? SAC കിട്ടുന്നുണ്ട്. ഇക്വേഷൻസ് പഠിക്കുക കേട്ടോ, അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്ക്, AFCയും AVCയും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? SAC കിട്ടും. ഞാൻ എന്താ പറഞ്ഞേ? SAC കാണാൻ 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? SAC കാണാൻ ഈ TCയിൽ നിന്ന്
ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാടെ ഈ AFCയും AVCയും കൂട്ടിയായാലും നമുക്ക് SAC കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടെ കൂട്ടുന്ന മാർഗം എളുപ്പമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, കണ്ടോ 50 + 10 60, 25 + 10 35, ഇതാ കണ്ടോ 16 പോയിന്റ് സംതിങ് പ്ലസ് 10 26 പോയിന്റ് സംതിങ് കിട്ടുന്നുണ്ട്. 12.5 + 10 15 37.5 10 + 20 30. ക്ലിയർ ആയോടാ? ഇനി നമുക്കുള്ള സംഭവമാണ് SMC. SMC എന്ന് പറയുന്നത് എന്താണ്? എവിടെ SMC കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇക്വേഷൻസ് നോക്കിയാൽ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവണമെന്നില്ല. SMC കാണാൻ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആയിരുന്നു TCX - TCX - 1 എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ളത് ഈ TC ആണ് നമുക്ക് ആവശ്യം. SMC കാണാൻ നമുക്ക് എന്താണ് ആവശ്യം? TC, ടോട്ടൽ കോസ്റ്റിൻ്റെ കോളമാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. ഇതാ കണ്ടോ TCയുടെ കോളം, ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഇപ്പുറത്ത് കിടക്കണ കാണാൻ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. നോക്കണേ, എവിടെ ആദ്യം നമുക്ക് അവിടെ 0 തന്നെയാണ് വരിക. ഓക്കെ, അവിടെ നമുക്ക് 0 അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ഇട്ടാലും മതി. ഓക്കെ, അവിടെ ഫസ്റ്റ് നമ്മളൊന്നും എഴുതേണ്ട ആവശ്യമില്ല, 0 ആയിട്ട് അവിടെ ഇട്ടേച്ചാൽ മതി. ഓക്കെ, രണ്ടാമത്തെ നമ്പർ മുതലാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് അത് എഴുതണമെങ്കിൽ നമ്മൾ TCയിലോട്ട് വരണം. നോക്കിയേ, ഈ 60 - 50 കണ്ടോ 10, 70 - 60 10, 80 - 70 10, 110 - 80 എത്ര വരുന്നുണ്ടേ? 30, 150 - 110 40. മനസ്സിലായോ? SMC കാണാൻ നമ്മൾ എന്താ ചെയ്തേ? വേറെ ഒന്നും ചെയ്തില്ല. ആദ്യത്തെ ഒരു കോളം, ആദ്യത്തെ ലൈൻ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇട്ടു, അല്ലെങ്കിൽ 0 നമ്മൾ എഴുതി വെച്ചു. പിന്നെ നമ്മൾ നേരെ TCയിലോട്ട് വന്നു. പിന്നെ എവിടെ നിന്ന് നമ്മൾ താഴേന്ന് മുകളിലോട്ട് മൈനസ് ചെയ്ത് വരുന്നു. അത്രയല്ലേ ഉള്ളൂ. 60 - 50 10, 70 - 60, 80 - 70, 110 - 80, 150 - 110. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു? എസ്സേയുടെ നമ്മൾ പകുതി ഭാഗം എവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആണ്, നമ്മൾ എന്തോ ഒരു ധീരകാര്യം ചെയ്ത പോലെ അല്ലേ? കാരണം നമ്മൾ ഇക്വേഷൻസ് എല്ലാം നമ്മൾ എഴുതി പഠിച്ചു വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതനുസരിച്ച് നമ്മൾ ഈ ഒരു കോളംസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണല്ലോ? ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല. ഈ വാല്യൂസ് ആൻസേഴ്സ് മാത്രം ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയേ. ഓക്കെ, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പ്ലസും അഡീഷനൊക്കെ ചെയ്തതാണെന്ന് കാണിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ വാല്യൂസ് മാത്രം, ആൻസേഴ്സ് കൃത്യമായിട്ട് വരണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിച്ചാലേ സെറ്റ് ആവത്തുള്ളൂ. ഇക്വേഷൻസ് പഠിക്കണം, കണക്കെടുത്ത് ചെയ്ത് പഠിക്കണം. ഓക്കെ ആണോ? ഇനി നമ്മൾ നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നമ്മൾ ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ അല്ലേ? രണ്ടാം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് TFCയും TVCയും TCയും ഒരൊറ്റ ആക്സിസിൽ, ഒരൊറ്റ അച്ചുതണ്ടിൽ നമ്മൾ വരച്ച് കാണിക്കണമെന്ന്. അതെങ്ങനെ വരയ്ക്കാമെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. അത് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, X ആക്സിസും Y ആക്സിസും ഉണ്ട്. പിന്നെ നോക്കൂ, എവിടെ ക്വാണ്ടിറ്റി ഉണ്ട്, എവിടെ കോസ്റ്റ് ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എവിടെ ക്വാണ്ടിറ്റി 1 2 3 4 5 വരെ ആണല്ലോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്. കണ്ടോ 1 2 3 4 5. അത് നമ്മൾ അതുപോലെ എവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു സൈഡ് കൂടി ഇപ്പുറത്തെ Y ആക്സിസ് നമ്മളവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് എവിടെ നോക്കൂ, അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എവിടെ 150 മാക്സിമം വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ +1 അങ്ങനെ മാർക്ക് നമ്മൾ പഠിച്ചു വരുന്നതാണല്ലോ. അതനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. എങ്ങനെ വേണം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ അവിടുത്തെ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആദ്യം ഓരോന്നായിട്ട് വരയ്ക്കണം. TFC നോക്കിയേ, TFC നമുക്കറിയാം എല്ലാം 50 ആയിരുന്നു നമുക്ക് കിട്ടിയത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതെങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? നമ്മൾ ഈ കണ്ടുപിടിച്ചില്ലേ കോളം, ഇത് വെച്ച് വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, TFC നമ്മൾ ക്ലാരിറ്റി ഒരു ഇഷ്യൂ ആയിരുന്നു അല്ലേ? ഓക്കെ, ഇപ്പം ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നോക്കൂ, അതായത് TFC നമ്മൾ വരയ്ക്കാൻ വേണ്ടി നമുക്ക് നോക്കിയാൽ 50 എല്ലാം വരുന്നത് അല്ലേ? അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നോക്കൂ, ഇവിടെ 50 ഈ ഒരു പോയിന്റിലല്ലേ വരിക. 50 സിമ്പിളായിട്ടൊരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് TFC കിട്ടുക. കാരണം കേട്ടോ 1 50, 2 50, 3 50, 4 50, 5 50. ക്ലിയർ അല്ലേ? ഇനി നോക്കിയാൽ നമുക്ക് അടുത്ത് വരയ്ക്കാം നമ്മുടെ TC നമുക്ക് വരയ്ക്കാം. TC നമ്മളെവിടെ പോകണം? TC എവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 50 60 ഈ കോളമാണ് അല്ലേ? അപ്പോൾ ഇതനുസരിച്ച് വേണം നമ്മൾ TC അവിടെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക? നോക്കൂ, 0-ലായിരുന്നപ്പോൾ 50-ലായിരുന്നു, 1-ലായിരുന്നപ്പോൾ നോക്കൂ 60-ലായിരുന്നു അല്ലേ? 2-ലായിരുന്നപ്പോൾ 70-ലായിരുന്നു, 3-ലായിരുന്നപ്പോൾ 80, അങ്ങനെ പറഞ്ഞ് വരയ്ക്കുക. ഓക്കെ, ഈ ഒരു പാറ്റേൺ എന്തിനാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്? നമ്മൾ +1 ഈ ഒരു പാറ്റേൺ നമ്മൾ വരച്ച് വരുന്നുണ്ടല്ലോ, ഇങ്ങനെ നോക്കി വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇനി TVC എങ്ങനെ വരയ്ക്കും? TVC നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതനുസരിച്ച് നമ്മൾ വരയ്ക്കണം. നോക്കൂ, 0-ലായിരുന്നപ്പോൾ 0 തന്നെയാണ്, 1-ലായിരുന്നപ്പോൾ നോക്കൂ 10 അല്ലേ? 1-ലായിരുന്നപ്പോൾ 10 നമ്മൾ കൊടുത്തു, 2-ആയിരുന്നപ്പോൾ എത്രയാണ്? 20 അല്ലേ? അടുത്ത 3-ആയിരുന്നപ്പോൾ 30, 4-ആയിരുന്നപ്പോൾ 40, 50, അങ്ങനെ പറഞ്ഞിട്ട് TVC നമുക്ക് കിട്ടും.
ഓക്കെ, അപ്പോൾ ഇത് 3 നമ്മൾ വരയ്ക്കുക. ഇത് ഉറപ്പായിട്ട് ചോദിക്കും കേട്ടോ, വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷൻ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, TFC ഉറപ്പായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അതൊരു ലോജിക്കാണ്, അത് സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. TVC എപ്പോഴും ഈ ഒരു താഴത്തെ പോയിന്റിൽ നിന്നാണ് തുടങ്ങുക. TC ഇതാ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്നാണ് തുടങ്ങുക. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണം. അഥവാ വരയ്ക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാലും നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനം എന്തായാലും ഈ ഒരു ലെവലിൽ വേണം വരച്ച് വെക്കാൻ വേണ്ടിയിട്ട്. TC ഉറപ്പായിട്ട് എവിടെ നിന്നേ തുടങ്ങാവൂ, ഇങ്ങനെ പോകാവൂ. TVC എവിടെ നിന്നേ ഇങ്ങനെ പോകാവൂ. ഇത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കണം. ഇനി അടുത്ത നമ്മുടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇതാ കണ്ടോ, ബാക്കിയുള്ള AFC ഇത്രയും സംഭവങ്ങൾ വേറൊരു ആക്സിസിൽ നമ്മൾ വരച്ച് കാണിക്കണം. ഇത് റെയർ ആയിട്ടേ ചോദിക്കാറുള്ളൂ കേട്ടോ. അത്രയും ഗ്രാഫുകൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ഷേപ്പിലൊക്കെ ആയിരിക്കും കിട്ടുക. ഇതെന്താണെന്നൊന്നും ചോദിക്കരുത്. നമ്മൾ വരച്ച് വരുമ്പം മീൻസ് നമ്മൾ വരയ്ക്കേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ടേബിൾ നമ്മൾ കണ്ടുപിടിച്ച ആൻസേഴ്സ് വെച്ച് തന്നെയാണ് വരയ്ക്കേണ്ടത്. ക്വാണ്ടിറ്റി ഒക്കെ മാർക്ക് ചെയ്യുന്നു, കോസ്റ്റ് മാർക്ക് ചെയ്യുന്നു, അത് വെച്ച് തന്നെയാണ് വരയ്ക്കേണ്ടത്. പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഷേപ്സിലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, ഇതങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും ഇതുകൂടി ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പം ഇതും നമ്മൾ വരച്ച് പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. കോസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്ന് പറയുമ്പോൾ എന്താണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് നോക്കിയേ, നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് എനിക്ക് 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ എന്തായാലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് TRഉം ARഉം MRഉം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ. അപ്പോൾ അവിടെ പ്രൈസും ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ടാവുക ഇതുപോലെ. ബാക്കി ഇത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ TRഉം ARഉം MRഉം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ റവന്യൂ കാണാൻ ഇക്വേഷൻ ഉണ്ട്, P × Q, പ്രൈസ് × ക്വാണ്ടിറ്റി. AR കാണാൻ TR ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി, ടോട്ടൽ റവന്യൂ ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ആണ്. MR കാണാൻ ഇക്വേഷൻ ഉണ്ട്. ചെയ്യുമ്പോൾ മനസ്സിലാവും. നോക്കിയേ, TR എന്ന് പറയുന്നത് പ്രൈസ് × ക്വാണ്ടിറ്റി ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും, പ്രൈസും ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 10 × 0 0 ആണ്, 10 × 1 10 അല്ലേ, 10 × 2 20, അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ഇനി AR എന്ന് പറയുമ്പോൾ ആവറേജ് റവന്യൂ, TR ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി. TR നമുക്കിതാ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് വാല്യൂസ്, ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണ് അല്ലേ. അപ്പോൾ TRഉം ക്വാണ്ടിറ്റി തമ്മിൽ ഭാഗിച്ചാൽ മതി. 0 തന്നെയാണ് ഇവിടെ വരിക. 10/1 10, 20/2 10 അല്ലേ, 30/3 10. ക്ലിയർ ആണല്ലോ. മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് TRX - TRX - 1 എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അവിടെ നമ്മൾ കാണുന്നതെന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ 0 തന്നെ കൊടുക്കുകയാണ്. കാരണം നമുക്ക് അവിടെ എന്നിട്ട് നമ്മൾ വരേണ്ടതാണ് TRൻ്റെ കോളത്തിലോട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ വാല്യൂസ് നമ്മൾ മൈനസ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ലാസ്റ്റ് SMC ഒക്കെ കണ്ടുപിടിച്ചില്ലേ, അതേ മെത്തേഡ് തന്നെയാണ്. 10 - 0 10, 20 - 10 10, 30 - 20 10. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ 4ാമത്തെ ചാപ്റ്റർ ഉണ്ടെന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു പ്രോബ്ലം കൂടി പഠിക്കാനുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈയുടെ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഡിമാൻഡിൻ്റെ ചെയ്തില്ല, അതേ മെത്തേഡ് തന്നെയാണ്. ജസ്റ്റ് പെട്ടെന്ന് പറയാം. നമ്മുടെ നോക്കിയേ, ഒരു സാധനത്തിൻ്റെ വില എന്ത് ചെയ്യാണ്, 2 രൂപയിൽ നിന്ന് 5 രൂപയായിട്ട് കൂടി. അപ്പോൾ അന്നേരം എന്താ, സപ്ലൈക്ക് എന്ത് സംഭവിച്ചു, 10ൽ നിന്ന് 15 കൂടുകയും ചെയ്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇലാസ്റ്റിസിറ്റി ചെയ്യണം, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇവിടെ അതേ മെത്തേഡ് തന്നെയാണ്. നമ്മൾ നോക്കൂ, നമുക്ക് ആദ്യം ഈ പ്രൈസ് നോക്കാം. പ്രൈസ് നോക്കിയേ, 2 രൂപയിൽ നിന്ന്, ആ സ്റ്റാർട്ടിംഗ് ആണ്, ബേസ് വാല്യൂ ആണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ അവിടെയും പഠിച്ചു പ്രൈസ് 2 തന്നെയാണ്. പിന്നെ ഈ അപ്പോൾ ΔP നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ 5 - 2 ചെയ്താൽ മതി. അപ്പോൾ 3 കിട്ടുന്നുണ്ട് അല്ലേ. ഇനി Q എന്ന് പറയുന്നത് സപ്ലൈ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Q എന്ന് പറയുന്നത് എന്താണ്, ആദ്യത്തെ വാല്യൂ ആണ് അല്ലേ, 10 ആണ് അവിടെ വരുന്നത്. ΔQ എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് എഴുതാം. ഇക്വേഷനും അവിടുത്തെ പോലെ സെയിം തന്നെയാണ്. ΔQ / ΔP × P/Q നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 5 × 2 10, 3 × 10 30, ഡിവൈഡ് ചെയ്യുന്നു 0.33. ഓക്കെ, അപ്പോൾ 0.33 എന്ന് പറയുമ്പോൾ ഒന്നിനേക്കാളും ചെറിയൊരു വാല്യൂ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ എന്തായിരിക്കും, ലെസ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും വരുന്നുണ്ടാവുക. ഇത് സ്പീഡിൽ പറഞ്ഞതാണ്, ഇത് ഉണ്ടാവില്ല എന്നാണ് പലരും പറഞ്ഞു കേട്ടത്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് എന്താണ്, ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഈ സപ്ലൈയുടെ ഇലാസ്റ്റിസിറ്റി ഉറപ്പായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും ഷുവറായിട്ട് ചോദിക്കുന്ന സംഭവമാണ്, ഉറപ്പായിട്ടും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൈക്രോയിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എന്താണ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇത്രയും പഠിച്ചിട്ട് പോയി തന്നെ നിങ്ങൾക്ക് സെറ്റ് ആവും കേട്ടോ, കണക്കുകളെല്ലാം സെറ്റ് ആവും. പക്ഷേ ഇത് നിങ്ങൾ ഇക്വേഷൻസ് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് കൂടി പോകണം കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റൂ. ഇതൊക്കെ എളുപ്പമാണ്, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണക്കുകൾ തന്നെയാണ്. ഓക്കെ, വീഡിയോ അത്യാവശ്യം ലെന്തി ആയിട്ടുണ്ട്, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. കാരണം കുറച്ചിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞപ്പോഴാണ് ലെന്തി ആയി പോയത്. ഓക്കെ, ഇനി നമ്മുടെ എക്കണോമിക്സ് റിലേറ്റ് ചെയ്ത വീഡിയോസ് വരുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ചിലപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, അതൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.